സടകി മനത്ത് സമയത്തിൽ ഇടയകനെത്തി മനസ്സിൽ കരവിടമുറ്റേ മാധുരത്തെ പുതുനിജമാലായി അവളുടെ തരമഹതൊക്കെ മരം നീടും എനതുടഹാലായി തടവുമായി വന്നിടുമേരം കരകവിളായി നടന്നും നേരം അല്ലാതെ കരിമൊഴിയാൻ കരുളണമേ. കളരിമുറകളോട് സാദൃശ്യമുള്ള ഒരു മത്സരമാണ് കോൽക്കളി. ഇന്നത്തെ തലമുറ കോൽക്കളിയിൽ നിന്നും വളരെ പിന്നോട്ടാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ റിയാസിനോടും അതുപോലെ തന്നെ കോൽക്കളിയുടെ ആശാന്മാരുണ്ട്. പഴയ കാലത്തെ ഒരു തരംഗമായിരുന്നു, പുരുഷന്മാരുടെ കളിയായിരുന്നു കോൽക്കളി. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ റിയാസിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. റിയാസ്, എങ്ങനെയാണ് ഒരു ആശയം നിങ്ങൾക്ക് വന്നത്? ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടെ കൂടി ഇരിക്കുന്ന കമ്മ്യൂണിറ്റിയൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് നമ്മളൊരു വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ല, ഈ കോലുകളിലേക്ക് വരാനുള്ള കാരണം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും കോലുകളി ട്രൂപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ അത് കൂടുതലും നമ്മുടെ സിറ്റിയോട് ചേർന്ന് തന്നെ ഗ്രാമപ്രദേശം പോലെയുള്ള സ്ഥലങ്ങളിലാണ് സാധാരണ അത് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ ഒരുപാട് ഫുട്ബോൾ പ്ലെയേഴ്സും മറ്റും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഇവിടെ ഒരു ഗ്രൗണ്ടോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ കൂടുതലും ഇപ്പോൾ യുവാക്കൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ അടിമകളായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ വൈകിട്ട് സമയങ്ങളിലെല്ലാം നമുക്കെല്ലാവർക്കും കൂടി ഒത്തുകൂടുവാനും അതുപോലെ തന്നെ നമ്മുടെ മാപ്പിള കല ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കോൽക്കളി കുറച്ച് ഏരിയ മതി. അതും കൂടാതെ തന്നെ ഒരു എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു എക്സസൈസ് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള യുവതലമുറയ്ക്ക് ഇതിനെപ്പറ്റി കൂടുതലും സോഷ്യൽ മീഡിയയിലും മറ്റും അവർ സമയം ചെലവഴിക്കുമ്പോൾ അവർക്കൊരു മാനസികവുമായിട്ടുള്ള ഉല്ലാസം. ആദ്യ സമയത്ത് നമ്മൾ ഒരു 10-22 ഞാനടക്കം 10-22 പേര് ഇതിനകത്ത് പഠിക്കാൻ തയ്യാറാകുന്നെങ്കിലും എനിക്ക് എൻ്റെ തീർച്ചയായിട്ടും കാരണം അത് ശരിക്കും പറഞ്ഞാൽ ഒരു കളരി അഭ്യാസി എങ്ങനെയാണോ പെരുമാറുന്നത് ആ ഒരു രീതിയിൽ തന്നെ ജിമ്മിനൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം ശരീരം താളത്തിനൊക്കെ അതിനൊക്കെ പറ്റിയൊക്കെ ഏറ്റവും കൂടുതൽ ആശാന്മാരായിട്ടുള്ള ആളുകളാണ്. കൂടുതൽ പഴയകാലത്തെ ഈ കോലുകളിനെ കുറിച്ചൊക്കെ ഇതില് പുതിയ പാട്ടുകൾ ചേർക്കാൻ പഴയകാല മാപ്പിള രണ്ടും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തെ പാട്ടുകൾ മാത്രമാകുമ്പോൾ ഇപ്പോഴത്തെ തലമുറക്ക് അത് ഇഷ്ടപ്പെട്ടില്ലല്ലോ. അന്ന് സത്യത്തിൽ പഴയ കാലത്തെ പാട്ടുകളാണ് കൂടുതൽ കോലുകളിക്ക് ഉപയോഗിക്കാറുള്ളത്. അല്ല, അങ്ങനെ പല ചെയ്തോണ്ടിരുന്ന വെച്ചാൽ പക്ഷെ ഇപ്പൊ അതല്ല മാറിയിട്ട് അതിനെ എന്ത് അന്ന് പഴയ കാലത്ത് കേറിക്കളി മാത്രമേ ഉള്ളൂ, ചിന്തുകളി ഇല്ല. ചിന്തകളി വളരെ കുറവാണ്. എന്നാൽ ചിന്തകളി ഇപ്പൊ കയറി ഇറങ്ങിയുള്ള ചിന്തകളി അപ്പൊ ആ കളികളെന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഇപ്പോഴത്തെ മോഡൽ പാട്ടുകളും മൈലാഞ്ചി പാട്ടുകളൊക്കെ കയറ്റി ആണ് റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുന്നത്. ആരുണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊക്കെ ഈ മൊബൈൽ തോണ്ടലാണല്ലോ. അപ്പൊ അത് കുറച്ച് അല്ല ഒരു കോലുകളിയായിട്ട് കോലുകളി കൈമുട്ട് ഇപ്പൊ ഇല്ല. ഇപ്പൊ കൈമുട്ട് ഒട്ടുമില്ല. കൈമുട്ട് കോലുകളൊക്കെ പഠിച്ച ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അപ്പൊ അത് ഒരു സമയത്ത് ഈ കോലുകളി കംപ്ലീറ്റും പോയി. കാരണം TV ഇറങ്ങിയ സമയത്ത് കോലുകളൊക്കെ പെൻഡിങ് ആയിട്ട് എല്ലാ കല്യാണ വീട്ടിലും ഈ ഒരു TV വയ്ക്കും, ഫിലിം ഇടും, അവിടെ ഇരുന്ന് കണ്ടാൽ നേരം ഒക്കെ കഴിഞ്ഞപ്പോൾ പരിപാടി തീർന്നു. ഇപ്പൊ അത് വീണ്ടും രംഗത്തോട്ട് വന്നേക്കാണ്. പഴയ
അപ്പൊ ഇതിൽ പാട്ട് ലൈവായിട്ട് പാടുകയാണോ അല്ലെങ്കിൽ ലൈവായിട്ട് പാടണം. ലൈവായിട്ട് പാടുകയാണ് പാട്ടും ഓർക്കസ്ട്രയും എല്ലാം ലൈവാണ്. ലൈവാണ് അതായത് ഈ ആരാ പാടുന്ന ആള് പാടുന്ന രണ്ടുപേരും കൂടെ വന്നത്. അത് വേറെ ആൾക്കാർ പാടി അല്ലാണ്ട് നമ്മൾ സി ഡി ഇട്ടിട്ട് നമ്മൾ ആ കളി മത്സരത്തിനനുസരിച്ചിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അതനുസരിച്ചിട്ട് താളം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ പാട്ട് പാടുന്ന ആളെ അങ്ങോട്ട് വിളിച്ച് പാട്ട് പാടുന്ന ആളാരാ കോലുകളിക്ക് വേണ്ടി ലൈവായിട്ട് പാടുന്ന ഷംസിക്കാട് എന്നോട് ചോദിക്കാം ഈ പാട്ട് ചെറുപ്പത്തിൽ പഠിച്ചതാണോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി പഠിച്ചതാണ് ഈ കളിയുമായി ബന്ധപ്പെട്ട് ഞാൻ കോലുകളിയുമായിട്ട് ബന്ധപ്പെട്ട് കളിക്കുന്ന ആളുമാണ് പഠിപ്പിക്കാൻ പോയിട്ടുണ്ട് പിന്നെ അതിനുശേഷം അപ്പോൾ ഇപ്പം എല്ലാവർക്കും ചിലപ്പോൾ പാടാൻ ഇത്തിരി അത്യാവശ്യം ഇത് തോന്നിയ ആരും കൊണ്ട് ഓരോരുത്തർ പാടുന്നു പറഞ്ഞ് അങ്ങനെ ഇതൊരു ഇൻട്രസ്റ്റ് ആണ് ഇത് ഇൻട്രസ്റ്റ് ആണ്. അതിപ്പോൾ ഇനിയിപ്പോൾ എവിടെയാണെങ്കിലും പണം മോഹിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല, ഒരുപാട് ഇതിൽ അങ്ങനെയൊന്നുമില്ല. എവിടെയുണ്ടെങ്കിലും കളി കാണാനാണെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ പോകാനും അല്ലാതെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. ഇവരൊക്കെ അച്ഛന്മാരാണ്, പാടിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി രണ്ടൊരു പാട്ട് പാടിയാണ് തടകി മനത്ത് അവളുടെ തരമഹതൊക്കെ മരം നീടും എനതുടഹാലായി തടകി മനത്ത് സമയത്തി ഉടയവനെത്തി മനസ്സുള്ളി പരവിധമുട്ടേ മാതൂരത്തെ ഉദരമാലായി അവളുടെ തരമഹതൊക്കെ മരം നീടും എനതുടഹാലായി. ശരിക്കും നല്ല പരിശീലനം നൽകണം ഇവർക്ക്. നല്ല പരിശീലനം, മാസങ്ങളോളം നിന്ന് വളരെയധികം ശാരീരികമായ ഒരുപാട് ശരീരം അതിനോട് യോജിപ്പിച്ച് അല്ലെ ഫ്ലെക്സിബിൾ ആക്കി നല്ല യാതന അനുഭവിച്ച് തന്നെയാണ് ഈ കുട്ടികൾ ഇത് പഠിച്ചിരിക്കുന്നത്. മനസ്സും ശരീരവും രണ്ട് കോലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഈ കളി ആരംഭിക്കുന്നത്.